ഹായ് ഗൈസ്, അപ്പൊ നമ്മള് വ്ലോഗ് എടുക്കാൻ വേണ്ടിട്ട് ലിയാറജ് ഇവിടെ ഇതെന്തായാലും ഇടണം ഗൈസ്. ഇതാ നമ്മള് കട്ട് ചെയ്യും, പക്ഷെ നമ്മൾ എന്തായാലും ഇടും. അപ്പൊ നമുക്ക് ഞാൻ നാട്ടിൽ പോയില്ല ഗൈസ്, അപ്പൊ ലിയാർജി മാത്രം നാട്ടിൽ പോയുള്ളൂ. അപ്പൊ അപ്പൊ നമ്മള് ലിയാർജി നാട്ടിൽ നിന്ന് വരുമ്പോ നല്ല ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്. ചോറും പിന്നെ എന്താടി ഇന്ന് സ്പെഷ്യൽ എന്താന്ന് വെച്ചാല് പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്. പിന്നെ കുറച്ച് ബീഫും കുറച്ച് പ്രോൺസ് കറിയും കുറച്ച് പയറും കുറച്ച് അച്ചാറും മാത്രമേ ഉള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എന്റെ ഒരു ഫാമിലിയിൽ ഒരു എൻഗേജ്മെന്റ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ശരി 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 ശരി. അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്കൊന്നും കാര്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് കറിയാണ് കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇന്ന് ഹോസ്റ്റലിൽ ഇവിടെ കഞ്ഞിയും പയറാണ്. അപ്പൊ നമ്മളതിന് പയറെടുത്തിട്ട് നമ്മള് ചോറിനും. അപ്പൊ ഞാൻ ചോറിനാണ് കാട്ടിയെടുക്കാം അല്ലേ? ബൈ. അങ്ങനെയല്ലേ ഇവിടെ വെക്കണ്ടേ? അല്ല സാറിന് ഗൈസ് കൊച്ചിന് ഫോണിൽ തൊട്ട് ഇങ്ങനെയൊന്ന് കാണിച്ച് പരിചയം. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ പിടിക്കണത്. എല്ലാരും ഒന്ന് ക്ഷമിക്കണം. തുടക്കത്തിന്റെയാണ്. എല്ലാരും അത് കണ്ട് അറിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചോറും ബീഫും അച്ചാറും കുറച്ച് പയറും ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റില്ലായിരിക്കും. പിന്നെ നമുക്കിവിടെ പ്രോൺസ് കറി ഉണ്ട്. അതും കൂടെ ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. നിഹാല അവിടെ നമുക്ക് താഴെ ഇന്ന് കഞ്ഞിയും പയറ് ഹോസ്റ്റലിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, സോറി നിഹാല പറഞ്ഞില്ലായിരുന്നോ. അപ്പോൾ അത് എടുക്കാനായിട്ട് പോയിക്കുക. ബിക്കോസ് അവൾക്ക് ഇവിടുത്തെ പയറ് ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഗൈസ് ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ഇതാണ് പ്രോൺസ് കറി, പിന്നെ കുറച്ച് ബീഫ് ഉണ്ട്. നിഹാല അവിടെ നിന്ന് കൊണ്ടുവന്ന എടുത്തോണ്ട് പയറുണ്ട്. എങ്ങനെയുണ്ട് നിഹാല ഹോസ്റ്റലിലെ പയറ്? അമ്മയുടെ കറികളൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ. കഴിച്ചില്ലല്ലോ, കഴിച്ചിട്ട് വരാം. ഇവിടെ ഇങ്ങനെയാണ് ഗൈസ്, കുറച്ച് എന്താ പറയാ എക്സാഗ്രേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു കൂട്ടത്തില്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാനൊന്നും പറ്റില്ല. നമുക്ക് കുറച്ച് മീൻകറി എടുക്കാം. അത് ബീഫല്ലേ ഇപ്പൊ എടുത്തേ? അല്ല, ആദ്യം മീൻകറി എടുത്തല്ലോ, ബീഫ് എടുത്തല്ലോ. പിന്നെ ഇതിന്റെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പയറും ഉണ്ടല്ലേ. അച്ചാർ എവിടെയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, കുറച്ച് പയറെടുക്കാം. എന്നിട്ട് എല്ലാം കൂടി കൂട്ടി കഴിക്കാം. ഹൗസ് ഇറ്റ് നിഹാല? ഞാൻ മറ്റേ കോമഡി പറയുന്നില്ല കേട്ടോ. കേട്ട് ദിഗ് മടുത്തില്ലേ ബാത്റൂമിൽ പോകണമെന്നുള്ളത്. അത് കാരണം തന്നെ ഞങ്ങൾക്ക് ഒരു 200ഓളം സബ്സ്ക്രൈബേഴ്സ് എന്റെ ഒരു കോമഡി കാരണം തന്നെ കേറിയിട്ടുണ്ടായിരുന്നു. അതെ. അപ്പോ ഇനി ഞാൻ കഴിക്കാം ഗൈസ്. നിങ്ങള് ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണ്ട കേട്ടോ ഗൈസ്. ഞങ്ങള് അതെ ഞാൻ നിഹാലയും കൂടെ അല്ലല്ല ഞാനും കൂടെ ഞാൻ പറയട്ടെ. അല്ല അവള് പറഞ്ഞ നിങ്ങള് വിശ്വസിക്കാൻ വേണ്ട. എന്നാൽ ഞാൻ അവളെ കാണിച്ചാൽ സമ്മതിക്കില്ല. ആ വൃത്തി നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു എന്തോ പാത്രം ഇരിക്കും, തൈരൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഫുഡ് കഴിച്ച് നോക്കാം. നിഹാല എടുത്തു വെച്ചത് നമുക്ക് എടുക്കാം ഗൈസ്. ഓ ഇത് നിങ്ങൾക്ക് വൃത്തികേടായി കാണൂലേ? എവിടെയും മീൻകറി ഉള്ളാട്ടാ. അടിപൊളി. ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം. അമ്മ ഉണ്ടാക്കിയോണ്ട് പറയല, എന്റെ അമ്മയോണ്ടും പറയല, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് അമ്മയോട് നന്ദി പറയാം. 2 മിനിറ്റ് നന്ദി പറയാം അമ്മയോട്. 1 മിനിറ്റ് കേട്ടോ ഗൈസ്. നന്ദി അമ്മേ. നന്ദി അമ്മേ. ഗൈസ് അപ്പൊ ഞങ്ങള് ഫുഡ് കഴിച്ചു കഴിഞ്ഞു. നിഹാല എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഡിന്നർ? സൂപ്പർ, നന്നായിരുന്നു എന്നാണ് നിഹാല പറയുന്നത്. പക്ഷെ നിഹാല ഹോസ്റ്റലിൽ നിന്ന് പയറൊക്കെ കുറെ വാരിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, ചോറ് പോലെ. പക്ഷെ ഒന്നും ആയിട്ടില്ല. അതിനെ ഇരുന്ന് കഴിച്ചോളൂ. ബൈ ഗൈസ്. തെറിക്കും. ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു ബ്യൂട്ടി ടിപ്പ് ആയിട്ടാണ്. നമ്മുടെ മുഖത്ത് ഭയങ്കര ടാന്, അതുപോലെ തന്നെ ബ്ലാക്ക് സ്പോട്ട്, ഡാർക്ക് സർക്കിള് അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ റെമഡി ആയിട്ടാണ് ഞാൻ ഗൈസ്. ഇത് ലിയാർജി അല്ല, ഇത് നിഹാല അല്ല. നിങ്ങൾ ഗസ് ചെയ്യുക ഇതിലേതാണ് ലിയാർജി, ഇതിലേതാണ് ഗസ് ചെയ്യുക. 5 സെക്കൻഡ് തരാം. 1 2 3 4 5. യെസ്, യു ഗൈസ് ഗസ്ഡ് റൈറ്റ്. ഇത് ലിയാർജി, ഇത് നിഹാല അബ്ദുൽ മുത്തലീബ്. അപ്പോൾ ഇത് ഞങ്ങൾ എന്താണ് ഞങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് കേർഡ്, കുറച്ച് ഗ്രാം ഫ്ലോർ, നന്നായിട്ട് ഗ്രാം ഫ്ലോർ കേർഡിൽ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ഫേസിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോൾ വാഷ് ഔട്ട് ചെയ്താൽ നമുക്ക് യു ക്യാൻ സീ ദ റിസൾട്ട് ഓഫ് ബ്ലൂ ഡയമണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. നമ്മള് ഒരു കൂടുതൽ അങ്ങോട്ട് കട്ട് ചെയ്യാനും പാടില്ല, നമ്മള് കൂടുതൽ അങ്ങോട്ട് ലൂസ് ആവാനും പാടില്ല. ലൂസായ പ്രശ്നമാണ്. ലൂസ് ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഒലിക്കും. കട്ടിയായാലും കട്ടിയാക്കി നമുക്ക് റിങ്കിൾസ് വരും.
ഫ്രിങ്കിൾസ്. നോ റിങ്കിൾസ്. ഓക്കെ. പണ്ടൊക്കെ ഒരു കഥ പറഞ്ഞോട്ടെ. പണ്ട് ഞാൻ ഈ ഹോസ്റ്റലിൽ വന്ന സമയത്ത് നിഹാലയും ഞാനൊക്കെ ഇങ്ങനെ പാക്ക് ഇടുമ്പോൾ നിഹാല ഞങ്ങൾ സംസാരിക്കുമ്പോഴൊന്നും ഞാനിങ്ങനെ പ്രത്യേക കോമഡീസ് ഒക്കെ പറയുമ്പോൾ നിഹാൽ ചിരിക്കില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾ നിഹാലോട് ചോദിക്കും, നിഹാല എന്താണ് എൻ്റെ കോമഡിക്ക് ചിരിക്കാത്തത്? അപ്പോൾ അവൾ എടി ആക്ച്വലി എൻ്റെ കോമഡിക്ക് ഞങ്ങൾക്ക് ചിരി വന്നായിരുന്നു, പക്ഷേ ചിരിച്ചു കഴിഞ്ഞാൽ ഫ്രിങ്കിൾസ് വരും. പിന്നെ ഞാനാണ് അവൾക്ക് തിരുത്തി കൊടുത്തത്, നിഹാല ഇറ്റ്സ് നോട്ട് ഫ്രിങ്കിൾസ്, ഇറ്റ്സ് റിങ്കിൾസ്. ഓക്കെ. അപ്പോൾ ഞങ്ങൾ അതല്ല ഞങ്ങള് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വരാം. വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, നിഹാലക്ക് ഇതിങ്ങനെ പിടിക്കാൻ അറിയില്ല, അവള് ആദ്യമായിട്ടാണ് ഫോൺ യൂസ് ചെയ്യുന്നൊക്കെ. അപ്പൊ ഞാൻ തല ആട്ടും ചെയ്ത് ആക്ച്വലി ഇതിനെ കൊണ്ട് അവള് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. ഐ നോ വാട്ട് ഇസ് ദിസ്. ബൈ. ഞങ്ങള് ഇത് ഇനി വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളെ വെളുത്തിട്ട് പാറിയിട്ട് കാണിച്ചു തരാം. ബൈ. നമ്മള് പാക്കൊക്കെ കഴുകി കളഞ്ഞ് ഗ്ലോ ആയിട്ടുണ്ട്. അടുത്ത് കൊണ്ടുവന്ന് എനിക്ക് വലിയ ഗ്ലോ ഒന്നുമില്ല ഗൈസ്, ഞാൻ പഴയ പോലൊക്കെ തന്നെ ഇരിക്കുന്നു. എനിക്ക് ഗ്ലോ ഉണ്ടെന്ന് നോക്കൂ ഗൈസ്. നിങ്ങള് ഗ്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡു കമന്റ്. ആർക്കൊക്കെ ഗ്ലോ ഉണ്ട് അവരൊക്കെ കമന്റ് ഇട്ടോ. പിന്നെ ഞാൻ അറിയില്ല, പിന്നെ ഞാൻ പറയാൻ വന്നത് എന്താന്ന് വെച്ചാൽ ഞങ്ങള് നാച്ചുറൽ ബ്യൂട്ടിയാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ വ്ളോഗ് എൻഡ് ചെയ്യാൻ പോവാ, ഞങ്ങൾ ഉറങ്ങാൻ പോവാ, നമുക്ക് നാളെ ഓഫീസിൽ പോകാനുണ്ട്. പിന്നെ നിങ്ങൾ എന്റെ ഷോർട്സ് കണ്ടവരുണ്ടെങ്കിൽ അറിയാം, ചാമ്പക്ക ഉപ്പിലിട്ടത്. ഞങ്ങൾ ഈ ചാമ്പക്ക ഗിവ് അവേ കൊടുക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ ഈ ഗിവ് അവേയില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഒന്നും ചെയ്യണ്ട, ഞങ്ങൾ അക്കൗണ്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ഇട്, ചാമ്പക്ക എന്ന് കമന്റ് ഇട, എന്തെങ്കിലും ചാമ്പക്ക എന്ന് കമന്റ് ഇട്. അങ്ങനെ കമന്റ് ഇട്ടവർക്ക് ഞങ്ങള് റാൻഡം ആയിട്ട് ഒരാൾ ചൂസ് ചെയ്യും. ആ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചാമ്പക്ക ഗിവ് അവേ ചെയ്യും. ചാമ്പക്ക നല്ല ഉപ്പും മുളകും ഇട്ട ചാമ്പക്കയാണ് ഗൈസ്. അപ്പൊ ചാമ്പക്ക വേണ്ടൊരു വേഗം ഒരു കമന്റ് ഇട്ടോളൂ. ബൈ. പിന്നെ ഈ ചാമ്പക്ക അല്ല നിങ്ങക്ക് തരാൻ പോകുന്നത്, വേറെ ചാമ്പക്ക എന്റെ ബാഗിലുണ്ട്. ഈ ചാമ്പക്ക ഞങ്ങൾ കഴിക്കാൻ പോവാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ചീഞ്ഞ ചാമ്പക്ക നമ്മൾ കൊടുക്കാൻ പോണതല്ല, നിങ്ങൾക്കുള്ള ചാമ്പക്ക നമ്മൾ ബാഗിൽ എടുത്തിട്ടുണ്ട്, ഞങ്ങൾക്ക് തിന്നാനുള്ളതാണ്. പിന്നെ ഈ ചാമ്പയ്ക്കും പിന്നെ ഈ പാർലേജി ബിസ്ക്കറ്റും കഴിച്ചിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങാൻ പോകുന്നത്. അപ്പൊ ഇല്ല, അപ്പോ ഞങ്ങൾ വ്ളോഗ് എൻഡ് ചെയ്യാൻ പോവാണ്. ഞങ്ങളുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്.